വിശുദ്ധ ചാവറയച്ചൻ്റെ ജന്മം കൊണ്ട് പുണ്യഭൂമിയായ കുട്ടനാട്ടിലെ കൈനകരിയിൽ സ്ഥിതി ചെയ്യുന്ന 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചാവറയച്ചൻ്റെ ജന്മഗ്രഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു കൊച്ചു ഭവനത്തിൽ നിന്നാണ് ദൈവം 2 നൂറ്റാണ്ട് മുമ്പ് ഭാരതസഭയെയും കേരള സമൂഹത്തെയും നവീകരിക്കുവാനായി തൻ്റെ വിശുദ്ധനെ തെരഞ്ഞെടുത്തത്. തീർത്തും വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൊച്ചു ഭവനം ഇന്ന് അനേകർക്ക് ആത്മീയ ഉണർവ് നൽകുന്നു. വിശുദ്ധ ചാവറയച്ചൻ ജനിച്ച മുറിയും പ്രാർത്ഥിച്ച സ്ഥലവുമെല്ലാം ഈ ഒരു കൊച്ചു ഭവനത്തിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധനും മനുഷ്യസ്നേഹിയും പ്രഥമ കേരള നവോത്ഥാന നായകനും വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനുമായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവിൻ്റെ ജന്മഗ്രഹത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ CMI. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഈ ഭവനത്തിൻ്റെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിന് ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കൈനഗിരി പ്രദേശത്ത് തന്നെയുണ്ട്. മനോഹരമായൊരു ദൈവാലയത്തിൻ്റെ ഉള്ളിലാണ് വിശുദ്ധ ചാവറപിതാവിൻ്റെ ഈ ജന്മഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നത്. CMI സഭയുടെ ജനറലേറ്റിൻ്റെ കീഴിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. 1805 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് കൊച്ചു കുര്യാക്കോസ് ഈ ഭവനത്തിൽ ജനിക്കുന്നത്. ഏകദേശം 250ഓളം വർഷം പഴക്കമുള്ളതാണ് ഈ ഭവനം. ചാവറയച്ചന് 4 സഹോദരിമാരും 1 സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. 66 വയസ്സുവരെ വളരെ ക്രിയാത്മകമായിട്ട് ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ പദ്ധതികളോട് ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിച്ച വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറപിതാവിൻ്റെ അത്ഭുതകരമായ ആത്മീയ ജീവിതത്തിൻ്റെ, സംഭവബഹുലമായ മനുഷ്യ ശുശ്രൂഷ ജീവിതത്തിൻ്റെ എല്ലാം ശക്തിയും കൃപയും ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ, കൊച്ചു കുര്യാക്കോസ്, സ്വീകരിച്ചത് ഈ കൈനഗിരിയിലുള്ള ഈ ചെറിയ ഭവനത്തിൽ നിന്നുമാണ്. രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹമയിയായ അമ്മ ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് കൊച്ചു കുര്യാക്കോസ് ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളും പഠിച്ചു. കൊച്ചു കുര്യാക്കോസിൻ്റെ വിശുദ്ധ ചാവറപിതാവിൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഭവനത്തിൽ അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുവാൻ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിശുദ്ധനായ ചാവറപിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി ദൈവജനത്തിന് അനേകം ആത്മീയ അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കുന്നുണ്ട്. പതിമൂന്നാമത്തെ വയസ്സിൽ കൊച്ചു കുര്യാക്കോസ് വേദനയോടുകൂടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച ഭവനം. അപ്പനും അമ്മയും ഏക സഹോദരനും ഇവിടെയുണ്ടായ പകർച്ചവ്യാധിയിൽ മരിച്ചപ്പോൾ സെമിനാരിയിലേക്ക് തിരിച്ചു പോകണമോ അതോ കുടുംബജീവിതം നയിക്കണമോ എന്നുള്ള ഗൗരവമായ തീരുമാനമെടുക്കുവാൻ വേണ്ടി 13 വയസ്സുള്ള കൊച്ചു കുര്യാക്കോസ് ഹൃദയം നുറുങ്ങി ഒത്തിരിയേറെ നൊമ്പരത്തോടുകൂടെ പ്രാർത്ഥിച്ച ഈ ഭവനം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയവികാരങ്ങളോട് ചേർന്ന് വിശുദ്ധനായ ചാവറപിതാവും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകിയും, അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കുവാൻ സാധിക്കാത്ത യുവതീ യുവാക്കളുടെ ജീവിതങ്ങളിലേക്ക് വിവാഹ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒപ്പം കുടുംബജീവിതത്തിൻ്റെ 100 പ്രശ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന സകലർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി വിശുദ്ധ ചാവറപിതാവ് മാധ്യസ്ഥ്യം വഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നയാളാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പേഷ്യൻസിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അവിടെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡെലിവറി കേസൊക്കെ ഞങ്ങൾ എടുക്കുന്നതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പേഷ്യൻസ് വരുന്ന സമയത്ത് ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ വന്ന് നന്ദി പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഹോസ്പിറ്റലിന് വേണ്ടിയും ഞാൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു.
ഇപ്പം ഇച്ചിരി സമയം ഇങ്ങനെ കിട്ടി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതുതന്നെ ഞാൻ നന്ദിയായിട്ട് തന്നെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അമ്മ ഈ ചാവറ ഭവനിൽ വരുമ്പോൾ അമ്മയ്ക്ക് ചാവറയച്ചനുമായിട്ടുള്ള ആ ഒരു ആത്മീയ ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാം. ശരിക്കും ഞങ്ങളുടെ സഭയുടെ സ്ഥാപകനല്ലേ, ഞങ്ങളുടെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ചാവറ പിതാവിനെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്പൻ്റെ അടുത്ത് വന്നിരുന്ന് മക്കൾ പ്രാർത്ഥിക്കുക, ചോദിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതലും. അങ്ങനെയാണ് ഒരു അപ്പനെന്നുള്ള നിലയിൽ അപ്പൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നെന്നുള്ളതാണ് കൂടുതലും. പിന്നെ പിതാവ് ജനിച്ച മുറിയല്ല ഇത്, ആ ഒരു ബന്ധം ഈ ഹൗസുമായിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് കൈനഗിരി വിശുദ്ധ ചാവറ ജന്മഗ്രഹ തീർത്ഥാടന കേന്ദ്രത്തിൽ ചാവറ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ് വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജന്മദിനം. ഈ നാടിൻ്റെ വലിയൊരാഘോഷമായിട്ട് ചാവറ പിതാവിൻ്റെ ജന്മദിനത്തെ ഇവിടെ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയും 6:30 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും 7:30 ഉള്ള ചാവറ പിതാവിൻ്റെ നൊവേനയും ഇവിടെ എല്ലാ ദിവസവും ആചരിക്കപ്പെടുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ഒരിക്കൽ പോലും മുടങ്ങാതെ ചാവറ പിതാവിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ടുള്ള ആഘോഷമായ പരിശുദ്ധ ബലിയർപ്പണവും ആഘോഷമായ നൊവേന പ്രാർത്ഥനയും ഇവിടെ നടത്തുന്നുണ്ട്. അന്നേ ദിവസം രാവിലെ 10:30 മുതൽ 3:30 വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടുകയും ചെയ്യുന്നവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തി വരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ തീർത്ഥാടകരായിട്ട് അനേകർ എത്താറുണ്ട്. പ്രത്യേകിച്ച് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിൽ, വള്ളംകളിയുടെ നാടായ കുട്ടനാട്ടിൽ, വള്ളംകളിയുടെ ഈറ്റില്ലമായ കൈനഗിരിയിൽ ചാവറ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അനേകർ തീർത്ഥാടകരായും സന്ദർശകരായും എത്തുന്നുണ്ട്. പമ്പയാറിൻ്റെ തീരത്തു നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ചാവറ പിതാവിൻ്റെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള പ്രധാനപ്പെട്ട യാത്രാമാർഗം ബോട്ടുകളാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ആറ്റുതീരത്തുകൂടെ ഒരു ചെറിയ വഴി ടെമ്പോ ട്രാവൽ അടക്കമുള്ള വാഹനങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വഴിയും ക്രമീകൃതമായിട്ടുണ്ട്. 2014 ചാവറയച്ചൻ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർന്നപ്പോൾ പമ്പയാറിൻ്റെ കുറുകെ തീർന്ന മുണ്ടയ്ക്കൽ പാലത്തിൽ നിന്നും ചാവറ പിതാവിൻ്റെ ജന്മഗ്രഹ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ബസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. അതോടുകൂടെ ഈ ഭവനത്തിലേക്ക് എത്തുന്നതിനുള്ള യാത്രാ പരിമിതികളെല്ലാം മാറി യഥേഷ്ടം എപ്പോൾ വേണമെങ്കിലും ആർക്കും ഇവിടെ എത്താവുന്ന ഒരു സാഹചര്യം ദൈവകൃപയാൽ ക്രമീകൃതമാകുവാൻ പോകുന്നു. അനേകർ കുടുംബമായും ദൈവാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ ഗ്രൂപ്പുകളായിട്ടും ഇവിടെ സന്ദർശനം നടത്താറുണ്ട്. വിദേശത്തു നിന്നെത്തുന്ന വിനോദസഞ്ചാരികളും മറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇവിടെ എത്തി പ്രാർത്ഥിക്കുകയും ഇത് സന്ദർശിക്കുകയും ചെയ്യാറുണ്ട്. തടിയിൽ തീർത്ത പഴയ കുട്ടനാടൻ തനിമയിലുള്ള അറയും പുരയുമൊക്കെ ചേർന്ന മനോഹരമായ ഭവനം എല്ലാവരുടെയും ഹൃദയങ്ങളെ ആകർഷിക്കുന്നതാണ്. ചാവറ പിതാവിൻ്റെ വിശുദ്ധമായ തിരുശേഷിപ്പ് പോലെ തന്നെ ഈ ഭവനവും ഒരു തിരുശേഷിപ്പായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ ജനിച്ച് 1 പതിറ്റാണ്ടോളം കഴിയുമ്പോഴാണ് ഇവിടേക്ക് വാഹന ഗതാഗതം പോലും സാധ്യമാകുന്നത്.
അപ്പോൾ 2 നൂറ്റാണ്ട് മുമ്പത്തെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇന്ന് ഈ കുട്ടനാട്ടിൽ 3 ഫൊറോന ദേവാലയങ്ങളുണ്ട്. ആ ഓരോ ഫൊറോനയ്ക്കും കീഴിൽ ശരാശരി 20ഓളം ഇടവക സമൂഹങ്ങളുണ്ട്. CMI സന്യാസ സഭയുടെ ഉൾപ്പെടെ അനേകം സന്യാസ ഭവനങ്ങൾ ഈ കുട്ടനാട്ടിൽ മാത്രമുണ്ട്. എന്നാൽ ചാവറയച്ചൻ ജനിച്ച കാലത്ത് ഈ കുട്ടനാട്ടിലുണ്ടായിരുന്നത് ഏതാണ്ട് 2-3 ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമായിരുന്നു. ഇതുപോലെ റോഡ് സൗകര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു, ജലഗതാഗത മാർഗങ്ങൾ മാത്രം. ഇന്ന് അനേകായിരം പള്ളികൾ, ആ പള്ളികളിൽ നിറയെ നമുക്ക് കൂദാശകൾ നൽകാൻ വൈദികര്, അനേകം ധ്യാന കേന്ദ്രങ്ങൾ, അങ്ങനെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന കേരള സഭയിലെ ഇവിടേക്ക് ഓടിയെത്തുന്ന മക്കളെ നോക്കി ചാവറയച്ചൻ ഇന്നും പറയുന്നു, വിശുദ്ധി നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് അന്യമല്ല എന്ന്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ബോബി മാത്യുവിനൊപ്പം ആന്റണി ടോം, ഷെക്കിന ന്യൂസ്.